ഇന്ത്യൻ ഫുട്ബോളിലെ നിലവിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സമാനതകളില്ലാത്ത വിധം അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം ദീർഘമായിട്ട് നീണ്ടു നിന്ന മാരത്തൺ ചർച്ചയാണ് ഇന്നലെ നടന്നത്. 4 ഫിസിക്കൽ മീറ്റിങ്ങും 2 ഹൈബ്രിഡ് മീറ്റിങ്ങും ഒക്കെ ആയിട്ട് നിരവധി ചർച്ചകൾ നടന്നിട്ടും ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ല എന്നുള്ളത് ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ ഇതിനകത്ത് സർപ്രൈസിങ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് ക്ലബ്ബുകളും ISL ക്ലബ്ബുകളും 2 തട്ടിലായിട്ട് നിൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ലായിരുന്നു. പക്ഷേ ഈ ISL ക്ലബ്ബുകൾ തമ്മിലടിക്കും എന്നുള്ള ധാരണയൊന്നും ഇല്ലായിരുന്നു. കാരണം ISL ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വലിയ ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ISL ക്ലബ്ബുകൾ ചേർന്നൊരു കൺസോർഷ്യം ഉണ്ടാക്കി നടത്താം എന്നൊരു തീരുമാനത്തിലേക്കായിരുന്നു ഒരു അഭിപ്രായമായിരുന്നു FC ഗോവ, മുംബൈ സിറ്റി FC, മോഹൻ ബഗാൻ തുടങ്ങിയ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നും വന്നത്. ഈ 3 ക്ലബ്ബുകളും പറഞ്ഞത് ഓക്കെ ISL ഞങ്ങൾ ചേർന്നിട്ട് അങ്ങ് നടത്തിക്കോളാം. അപ്പോൾ റവന്യൂ ഷെയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം ഇംഗ്ലണ്ടിലെ മാതൃകയിൽ, അതായത് ഞങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഓടുന്ന മാതൃകയിൽ നമുക്ക് നടത്തിക്കൊണ്ട് പോവാം എന്നൊരു ഡിസിഷനിലേക്ക് ആ ഒരു ക്ലബ്ബുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനൊക്കെ ഇത് ലോട്ടറിയാണ്. കാരണം റവന്യൂ ഷെയർ ഒക്കെ ഭീമമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം ഈസ്റ്റ് ബംഗാളിനെയും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെയും പോലെയുള്ള ചില ക്ലബ്ബുകൾ അങ്ങനെ ഇപ്പം ആരും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ക്ലബ്ബുകളുടെ ഇനിഷ്യേറ്റീവിൽ ISL നടക്കേണ്ട, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കൺട്രോളിൽ തന്നെ നടന്നാൽ മതി എന്ന കാര്യത്തിൽ ഈ 2 ക്ലബ്ബുകൾ മാറി നിൽക്കുന്നത്. അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് എങ്ങനെ നടത്തണം എന്നതിനെ ചൊല്ലിയുള്ള ധാരണ ഇതുവരെയും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾക്കിടയിൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിനിടയിൽ ലീഗ് ക്ലബ്ബുകൾ 2 ലീഗ് ക്ലബ്ബുകൾ ഫിസിക്കൽ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മറ്റെല്ലാവരും ഹൈബ്രിഡ് മീറ്റിങ്ങിലാണ് പങ്കെടുത്തത്. ഇവർ പറയുന്നത് ISLനെയും ലീഗിനെയും അങ്ങോട്ട് ലയിപ്പിച്ചിട്ട് ഒരൊറ്റ ലീഗാക്കി മാറ്റണം എന്നാണ് പറയുന്നത്. അത് എത്രമാത്രം പ്രാക്ടിക്കലാകും എന്നുള്ള ചോദ്യമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കായിക മന്ത്രിയായിട്ടുള്ള മൻസുഖ് മാണ്ഡവ്യ പറയുന്നത് ഒന്നുമില്ല, നമ്മൾ ഉടനെ ലീഗ് നടത്താൻ പോവാണ്, നിങ്ങളെല്ലാവരും ഫുട്ബോൾ ലീഗിന് വേണ്ടി തയ്യാറായിക്കൊള്ളൂ, തയ്യാറെടുപ്പുകൾ ആരംഭിച്ചോളൂ എന്നാണ് പറയുന്നത്. ക്ലബ്ബുകളോട് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഇങ്ങേര് എങ്ങനെ ലീഗ് നടത്തും എന്നതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും ഒന്നും നടക്കുന്നുണ്ട്. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഇന്നലത്തെ ഫിസിക്കൽ മീറ്റിങ്ങിന് FSDLന്റെ ഭാഗത്ത് നിന്നും ചർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതേസമയം കേന്ദ്ര കായിക മന്ത്രാലയം FSDLുമായിട്ട് ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ FSDLനെ കൊണ്ട് തന്നെ വീണ്ടും ISL ഏറ്റെടുപ്പിക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം, അല്ലാതെ വേറെ ഒന്നും ആയിരിക്കത്തില്ല. അല്ലാതെ ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ISL ക്ലബ്ബുകളും തമ്മിലടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇന്നലത്തെ ചർച്ചയിലുണ്ടായ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്.